So the soul and the body became one, and they became a living being. അങ്ങനെ അവരൊന്നായത്. But when the person dies, ഇത് മുറി. The soul and the body separates. That's why it's so painful. So that's why it's so, ഒത്തിരി പേര് ഭയക്കുന്നത് അതുകൊണ്ടാണ്. കർത്താവ് സൃഷ്ടിച്ചതിനെ when something is being broken which God had made, ദൈവം ആദിയിൽ ഉണ്ടാക്കിയ ആ യൂണിയനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് it's very painful. So that's why it's a very fearful thing to many of us. Death is the undoing of our nature, and it's the dismantling of what God has put together. So that's why God, or the Bible, calls death as our enemy. അല്ലെ, അവസാനത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുന്നല്ലേ പറഞ്ഞേക്കുന്നത്. അവസാനം നീങ്ങിപ്പോകത്തുള്ളൂ. It's our enemy. When Jesus saw the effects of death, when he saw death, കർത്താവ് ഈ മരണത്തെ കണ്ടപ്പോൾ he cried. He was angry. He was outraged, and he came to destroy death. ഈ മരണത്തെ നശിപ്പിക്കുവാൻ, ഈ മരണത്തിന്റെ ബലത്തെ, നമ്മൾ എബ്രായ ലേഖനത്തിന്റെ വാക്യം നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്. ഈ മരണത്തെ അബോളിഷ് ചെയ്യുവാൻ, നീക്കുവാനാണ് നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത്. So but death is the last enemy to each and every one of us. So until Christ returns, all of us will have to go through it. നമ്മൾ ജീവനോടിരിക്കുന്ന കർത്താവ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വാക്യമുണ്ടല്ലോ, അല്ലെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അപ്പം ജീവനോടെ ഉള്ളവർ എവ്രിവൺ ഹു ലിവ്സ്, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ കർത്താവിൻ്റെ വരവ് ഇനി താമസിച്ചാൽ 50-60 വർഷം താമസിച്ചാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും മരിച്ചു പോകും. We all will go, we all will pass on. So if many people are not convinced that we are sinners, if anybody has to be convinced, മരണത്തെ നോക്കിയാൽ മതി. That is the end result of our sin. നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടല്ലേ മരണം ഈ ലോകത്തിലോട്ട് വന്നത്. പാപത്തിന്റെ ശമ്പളമല്ലേ പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന്റെ ശമ്പളമായിട്ട് കടന്നുകൂടിയ ഒരു കാര്യമായി ഈ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. So it's temporary. Death is a temporary separation. പിന്നെ നമ്മൾ ഈ കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് when the trumpet of the Lord will sound, ഇതെല്ലാം നമ്മളെല്ലാം ഒന്നിച്ചായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. So what happens to a believer after death? ഒരു വിശ്വാസി, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, somebody who has trusted in the Lord as Lord Jesus as their personal savior, and has come to Jesus asking for the cleansing of their sins, as for the forgiveness of their sins. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളുടെ ക്ഷമയ്ക്കായി കടന്നു വന്ന ഒരു വിശ്വാസിക്ക് മരണശേഷം എന്താ സംഭവിക്കുന്നത്? That is what we read just now. 2 Corinthians chapter 5 and verse 1, it says, for we know that if the tent which is our earthly home is destroyed, we have a building from God, a house not made with hands, eternal in the heavens. കൂടാരമായ ഞങ്ങളുടെ ഈ ലോകത്തിലെ ഭവനം എന്ത് ചെയ്യും? അഴിഞ്ഞു പോകും. നമുക്കറിയാം, മരിച്ച ഒരാളുടെ ബോഡി കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വിതിൻ 1 day 2 days അത് ദ്രവിച്ച് തുടങ്ങി അഴുകി തുടങ്ങും, അഴിഞ്ഞു പോകും. കൂടാരമായ നമ്മുടെ ഭൗമഭവനം, ഈ ലോകത്തിലെ ഈ ഭൗമഭവനം ഇതെന്ത് ചെയ്യും? അഴിയും. പക്ഷെ what happens? അഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറയാണ്, അഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നഗ്നരായിട്ടല്ല ഇരിക്കുന്നത്. We have a building from God, a house not made with hands, eternal in the heavens. എനിക്ക് ആ വാക്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Philippians chapter 3 and verse 20 and 21, 22, 23 and 24, it says, hallelujah. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 23, 1-ാം അധ്യായത്തിന്റെ 23-24. Philippians chapter 1 verse 23 and 24. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, ആര് ബൈബിൾ കൊണ്ടുവന്നില്ലേ ഇന്ന്? Philippians chapter 1 verse 23-24. ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ മതി. So നമ്മൾ മരിക്കുന്ന സമയത്ത് we long to go and be with Christ. നമ്മൾ ഈ ലോകത്തിലിരിക്കുമ്പോൾ we are absent from the Lord and present here. But when നമ്മൾ മരിക്കുമ്പോൾ we are present with the Lord and absent here. That's what happens. നമ്മുടെ ചേഞ്ച് ഓഫ് അഡ്രസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയായി തരും. അപ്പം so here it says കൂടാരമായ ഞങ്ങളുടെ ഭവനം. കൂടാരം, our body is compared to a tent. Paul was a tent maker. കൂടാരപ്പണിക്കാരനായിരുന്നു പൗലോസ്. So he knew how flimsy a structure this is. This is one of the pictures of the tent. ഒരു കൂടാരം, നമ്മളിങ്ങനെ ഇരിക്കുന്നത്,
it doesn't have a foundation, it doesn't have any bricks or blocks, no cement is required. The canvas is spread over. ഒരു കയറിങ്ങനെ കെട്ടി 4 മൂലയ്ക്കോട്ടും വലിച്ച് ഒരു കുറ്റി, ഓരോ കുറ്റിയിൽ ഇത് വലിച്ചു നിർത്തും. അവിടെ നമുക്കറിയാം, the army or the പട്ടാളക്കാര്, പോലീസുകാരൊക്കെ എവിടെയെങ്കിലും താൽക്കാലികമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ they live in tents like this. നമുക്കറിയാം പ്രളയ സമയത്ത് കൂടാരങ്ങൾ അടിക്കും. When we move people from their houses to a relief camp, they put up tents like this. These are temporary structures. But when the need is over, the next slide, when the need is over, what happens is they pull up the pegs. ഈ കുറ്റികൾ അഴിച്ച് കയറ് വലിക്കും. They roll the canvas and say, we are going to the next place. In the same manner, the Lord is telling us, when we are on this earth, don't think our body is permanent. നമ്മൾ എപ്പോഴും സൂപ്പർ ഹ്യൂമനായിട്ട് ആർണോൾഡ് ഷ്വാർട്സ്നെഗറിനെ പോലെ 6 പാക്കും കുറെ ബൈസെപ്സും ഒക്കെ വെച്ച് എന്നും ഇവിടെ അങ്ങ് സുഖിച്ച് ജീവിക്കാൻ നമ്മൾ ചിന്തിക്കരുത്. എത്ര മസിലുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഉയരമുണ്ടെങ്കിലും ഉയരമില്ലെങ്കിലും, ഹല്ലേലൂയ, കർത്താവ് വിളിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോയേ പറ്റൂ. ഈ കൂടാരം അഴിയും. The tent will be picked up, the pegs will be pulled up, the ropes will be pulled up, and the canvas will be rolled, and we will move from here. ഇവിടെ നമ്മൾ പോകും. കാരണം എന്താണെന്നറിയാമോ? This is not our permanent home. Our permanent home is in heaven. We are just passing by. We are just transitors. അന്യരും പരദേശികളും നമ്മൾ ഇവിടെ. നമ്മുടെ citizenship is in heaven. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നമ്മൾ പോകേണ്ടത്. That's our permanent home. അവിടോട്ട് നമ്മൾ പോകുന്നത്. We are on a journey. നമ്മൾ സിയോൻ യാത്രയില. ഒരു നാൾ നമ്മൾ അവിടെ ചെല്ലും. നമ്മൾ യേശുവിനോട് കൂടെ നമ്മളെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവിനെ കണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമയമുണ്ട്. We will come. Hallelujah. രാപ്പകൽ അവനെ ആരാധിക്കുന്ന ഒരു സമയമുണ്ട്. We are going there. The Lord says, കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നിങ്ങൾക്കുണ്ട്. So if this tent is destroyed, what happens next? So what is the immediate realization? As we see in the slide, നമ്മളിവിടെ ഒരു ബിലീവർ, ഒരു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും നടക്കുന്ന ഒരു വ്യക്തി ഇവിടെ മരിച്ചാൽ, the next realization is in heaven. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞാൽ എന്ത് പറ്റും? കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ട്. So immediate translation into heaven. We are there. So when we, നമ്മളെല്ലാവരും we like to go to heaven, അല്ലേ? If we have to go to heaven, our sins should be covered by the blood of Jesus. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? Death is a reality. It will come. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, ഹല്ലേലൂയ, നമ്മൾ ആയുസ്സോടൊക്കെ ഇരിക്കുകയാണെങ്കിൽ 70 ഏറെയായാൽ 80 ഒക്കെ ജീവിച്ച് നമ്മൾ ഇവിടുന്ന് കടന്നു പോകും. That's a sure reality. Death is a reality. ഹല്ലേലൂയ, അത് നമുക്ക് മറച്ചു വെച്ച് പോകാൻ പറ്റത്തില്ല. That is a clear indication. That sin is also a reality. അത് പാപം റിയാലിറ്റി ആണെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ പിക്ചറാണ്. The death is still there. ഈ ലോകത്തിൽ ഇപ്പോഴും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അത് പ്രധാന കാരണം പാപമാ ഹല്ലേലൂയ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. So heaven will be the immediate conscious and joyful experience of every believer at the point of death. So Paul പറയുവാണ്, so when I die, my life does not end when the tent is destroyed. ഈ കൂടാരം അഴിയുമ്പം എൻ്റെ ജീവിതം ഇവിടെ തീരുന്നില്ല. When I move out of this tent, I have a home in heaven. So death for a Christian is like moving house. വേറൊരു വീട്ടിലോട്ട് നമ്മൾ പോകുന്ന ഒരു അനുഭവമാണ്. D.L. Moody, അറിയാം, വളരെ ശക്തമായ ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസനാണ് D.L. Moody. He once said, someday you will read in the papers that D.L. Moody of East Northfield is dead. And he said, don't you believe a word of it. ഞാൻ മരിച്ചു പോയെന്ന് നാളെ പത്രത്തിൽ വാർത്ത വന്നാൽ നിങ്ങൾ ആരും അത് വിശ്വസിച്ച് പോയേക്കരുത്. കാരണം I will be more alive in heaven than I was on earth in heaven. Hallelujah. ഈ ലോകത്തിൽ എൻ്റെ ജീവിച്ചതിനേക്കാൾ വളരെ ശക്തിയോടൊരു ജീവനോടെ ഞാൻ ജീവനോടെ ആയിരിക്കും സ്വർഗത്തിലിരിക്കുന്നത്. At that moment I shall be more alive than I am now. I shall have gone up higher. That is all. Gone out of this old clay tenement into a house that is immortal, a body that death cannot touch, that sin cannot taint, a body like unto his own glorious body. നമ്മുടെ യേശുവിൻ്റെ ശരീരത്തിൽ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ
ശരീരത്തെ പോലെ ആ ശരീരം നമ്മൾ വഹിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ മരണശേഷം. യേശുവിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ if we believe in the Lord, if we are a true believer, if we are a true follower of Jesus Christ, the moment that we die, we are moved into glory, we are moved into that heavenly place. Hallelujah. കൂടാരമായി നമ്മുടെ ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യ കൂടാരം, അഴിഞ്ഞു പോകാത്ത, നശിച്ചു പോകാത്ത, കാറ്റിനോ കടലിനോ അല്ലെങ്കിൽ ടെർമൈറ്റ്സിനോ നശിപ്പിക്കാൻ കഴിയാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. That is what we are going to receive on that day. Amen. So Bible, the second thing is, after death, believers consciously enjoy the life of heaven. Bible often, എനിക്കന്ന് അതിന് മുമ്പുള്ള സ്ലൈഡാന്ന് തോന്നുന്നു, Bible often refers death as falling asleep. കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, ലാസർ ഉറങ്ങുന്നു, നമുക്ക് അവനെ പോയി ഉണർത്താം. ശിഷ്യന്മാർ പറഞ്ഞു ഉറങ്ങുവാണെങ്കിൽ ശല്യം ചെയ്യണ്ട, അവൻ ഉറങ്ങിക്കൊണ്ട്. കർത്താവ് പറഞ്ഞില്ല, കർത്താവ് പറഞ്ഞ നിദ്രയെ പറ്റിയാണ് പറഞ്ഞു, മരണത്തെ പറ്റിയാണ്. Paul says, in 1 Thessalonians chapter 4, നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ പറ്റി അറിവില്ലാതിരിക്കരുത്. We don't want you to be uninformed of the people who are asleep. അപ്പം ചിലർ പറയുന്നുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻസ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഉറക്കമാണ്. അവിടെ ഉറക്കമല്ല. അവർ ബോഡി റെസ്റ്റ്, നമ്മുടെ ശരീരങ്ങൾ റെസ്റ്റ് ചെയ്യും. നമ്മുടെ സോൾ വിച്ച് ബി മച്ച് മോർ അലൈവ് ആൻഡ് അലേർട്ട് ഇൻ ഹെവൻ. Yeah? So, number 3, after death, I'll skip that. Believers consciously enjoy the life of heaven. സമയമില്ലല്ലോ. So, അടുത്തത്, how can a believer face death with confidence? ഒരു വിശ്വാസിയായ നമ്മൾ, യേശുവിനെ അറിഞ്ഞ നമ്മൾ, മരണത്തെ എങ്ങനെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ കഴിയും? We need to know that. In next slide. 2 Corinthians, ഈ നമ്മൾ വായിച്ച അധ്യായത്തിൽ തന്നെ 2 Corinthians chapter 5 and verse 6, it says, we are always confident. അവിടെ മരണത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. We are always confident. Paul പറയാ, ഞങ്ങൾക്ക് വല്ലപ്പോഴും കോൺഫിഡൻസ് വരുന്നതല്ല. We are always confident of this. He is speaking in the context of death. So മരണം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ we should be all, നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല, പതറിപ്പോകാതെ. എൻ്റെ കർത്താവിനെ ഇപ്പം I still remember when my grandfather passed away. എൻ്റെ വലിയപ്പച്ചൻ ശുശ്രൂഷയിലായിരുന്നു. He was sick. മരുന്നെടുക്കത്തില്ല. He had a problem with the liver. ഈ വയറിങ്ങനെ ചാടി വന്നിരിക്കും. അമ്മച്ചി ആരോ പറഞ്ഞു, ഡോക്ടർ, ഒരു കുടുംബത്തിലുള്ള ഡോക്ടർ വന്ന് പറഞ്ഞു, ഞങ്ങൾ ആ സിറിഞ്ച് ഇട്ട് ഈ വെള്ളം ഒന്ന് എടുക്കാം. അമ്മച്ചി പറഞ്ഞു തൊട്ടുപോയിക്കല്ല, ഞങ്ങൾ ജീവനോടിരിക്കുമ്പം we had a covenant with each other. ഒരാൾ മയങ്ങിപ്പോയാൽ പോലും മറ്റേ ആളെ കൊണ്ട് ഡോക്ടറെ തൊടിപ്പിക്കത്തില്ലെന്ന്. So he was there. He was going to die. So മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ടി ജി ഉമ്മച്ചൻ പാസ്റ്റർ വീട്ടിൽ വന്നു. വളരെ സീനിയറായിട്ടുള്ള ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, ജോർജ് കുട്ടി, യോർദാൻ കടക്കാൻ സമയമായി, നീ ധൈര്യത്തോടിരിക്കണം കേട്ടോ. ദാറ്റ് ലിഫ്റ്റഡ് ഹിം അപ്പ് ലൈക്ക് എനിത്തിങ്. കുറേ ദിവസങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. വളരെ ധൈര്യത്തോടുകൂടെ അവസാനം ഈ കോൾഡസ്, ഞങ്ങളുടെ അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കണം എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. മക്കളെല്ലാം വിളിച്ചു, ഓരോരുത്തരോടും പറഞ്ഞു. എന്നിട്ട് ഇളയ ആളോട് പറഞ്ഞു, ഷാജി, ഈ അപ്പച്ചന് യേശുവിൻ്റെ മാർവ് മതിയായിരുന്നു, നിനക്കും ആ മാർവ് മതി. ഓരോരുത്തരോടും ഓരോ മക്കളോടും ഓരോ ദൂത് പറഞ്ഞിട്ട് തന്നെ കണ്ണടച്ച് സ്വസ്ഥതയോടെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനിടയായി തരുന്നു. എനിക്ക് 9 വയസ്സ് മാത്രമേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ്. ഹാലലുയ, വളരെ വിവിഡായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഹാലലുയ, പ്രത്യാശയോടെ ധൈര്യത്തോടെ ജീവിക്കുന്നവർ. ഹാലലുയ, അങ്ങനെ നമ്മൾ മരണത്തെ ഫേസ് ചെയ്യുമ്പോൾ ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ, ഹാലലുയ, ഭയത്തോടല്ല, പ്രത്യാശയോടെ. നമ്മൾ when we know what is on the other side, it's much easy to face it. Amen. Hallelujah. അപ്പോൾ സോ നമുക്കെല്ലാവർക്കും we want to be true of us for that. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2 Corinthians chapter 5 and verse 5 it says, 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമ്മൾ എന്തോ വായിക്കുന്നത്? Now he that has wrought us for the self-same thing is God. അല്ലെങ്കിൽ God himself has prepared us for this, and as a guarantee he has given us his Holy Spirit. ഇവിടെ പറയാ, മരണത്തെ പറ്റി പറഞ്ഞു വന്നിട്ട് കർത്താവ് പറയാണ്, I am preparing you for this. ഞാൻ നിങ്ങളെ ഒരുക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ചയായിട്ട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നു, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ബോംബെയിൽ. താൻ മരിച്ചുപോയി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അടക്കം. സോ ഓൺലൈനിൽ ഞങ്ങൾ ആ അടക്ക ശുശ്രൂഷ കണ്ടപ്പം അവിടെ ഒരു ദൈവദാസൻ ഒരു വാക്യം പറഞ്ഞു, വൈ ഈസ് ഡെത്ത് സോ ഇന്നെവിറ്റബിൾ? നമുക്ക് എന്തുകൊണ്ട് ആ മരണം വളരെ അത്യാവശ്യമുള്ളത്? ആ വാക്യം ഒന്ന് വായിക്കാമോ? 1 Corinthians 15 and verse 50. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം.
ആ, that's it. മലയാളം കൊണ്ടൊന്ന് വായിച്ചേ. സഹോദരന്മാരെ, ആ. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. മതി. അദ്ദേഹം പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഈ മാംസവും രക്തത്തിന് ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. God has put a door through which we have to go to heaven, and that's death. ഈ മാംസരക്തയുടെ മരിച്ചടങ്ങണം, അടങ്ങിയാൽ മാത്രമേ അകത്തോട്ട് പ്രവേശനമുള്ളൂ. സോ ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. ദൈവം നമുക്ക് വേണ്ടി ഇവിടെ 2 Corinthians chapter 5 and verse 5 it says God is preparing us for it. ഹല്ലേലൂയ. ആ ദിവസത്തിന് വേണ്ടി യേശു തന്നെ നമുക്ക് വേണ്ടി ഒരുക്കുക. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. God has been preparing us. ഹല്ലേലൂയ. നമ്മുടെ ഈ ആ ഒരു സമയത്തിന് വേണ്ടി God is preparing us. ഹല്ലേലൂയ. Do you know when he started the preparation? ഹല്ലേലൂയ. ആ നമ്മുടെ ഈ ലോകത്തെയൊക്കെ ഉണ്ടാക്കിയതിന് മുൻപേ ഹല്ലേലൂയ, he wanted each and every one of us, അവന്റെ മക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും അവനോടുകൂടെ നിത്യതയിൽ പ്രവേശിക്കണമെന്ന് ഓർത്തുകൊണ്ട് he has been preparing that moment. നമ്മളെ ഓരോരുത്തരെയും ആ നിമിഷത്തിന് വേണ്ടി, even before he laid the foundations of the earth, he was preparing us for it. Even when he died on the cross, when he was carrying that cross all the way up to Golgotha, and he stretched his feet and his hands, and even when he was dying, he was preparing us for this moment. And now, even now, sitting at the right hand of the Father, he is preparing each and every one of us. പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കർത്താവേ, എൻ്റെ മകനും എൻ്റെ മകളും എന്നോടുകൂടെ നിത്യതയിൽ ഇവിടെ വരണം, അതിനു വേണ്ടി അവരെ ഒരുക്കണം. He wants us all to be there. ഈ ലോകത്തിലെ കുറെ നന്മയൊക്കെ അനുഭവിച്ച് ഇവിടെ കെട്ടടങ്ങാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. He wants us all to be there. ഹല്ലേലൂയ. നമ്മളെല്ലാവരും നമ്മുടെ പിതാവിനോടൊപ്പം സ്വർഗ്ഗരാജ്യത്തിൽ അവനോടൊപ്പം നിത്യ യുഗങ്ങൾ വാഴുവാൻ he wants us there. He's been preparing us. ഹല്ലേലൂയ. സ്തോത്രം. വില്യം ബൂത്തിന്റെ വൈഫ് സാൽവേഷൻ ആർമി ആരംഭിച്ച ആളാണല്ലോ ജനറൽ വില്യം ബൂത്ത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാതറിൻ ബൂത്ത് 61 വയസ്സുള്ളപ്പം താൻ മരിക്കാൻ പോകുക, മരണക്കിടക്കയിൽ കിടക്കുക. ഷീസ് ലൈങ് ആൻഡ് ഷീ സെൻഡ് എ ലെറ്റർ ടു ഓൾ ദ ബിലീവേഴ്സ് ഇൻ ദ സാൽവേഷൻ ആർമി. അവർക്ക് എഴുതി, I am dying. Hallelujah. The waters are rising. യോർദാന്റെ മരണവെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, I am also rising. ഹല്ലേലൂയ. ആ മരണവെള്ളത്തിന്റെ താഴെയല്ല ഞാൻ പോകുന്നത്. I am not going under. I am going over. ഞാൻ അതിന്റെ മുകളിൽ കൂടെ പോകുക. നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം. Hallelujah. I am crossing this river. The waters are rising, but so am I. നമ്മൾ പാടാറില്ലേ? Hallelujah. So that when the oceans roar and the thunders rise, I will soar. I will rise over it. Hallelujah. വെള്ളത്തിന്റെ താഴെ കൂടെ അല്ല നമ്മൾ പോകുന്നത്. We'll walk over it in Jesus' name. Hallelujah. The waters are rising, but so am I. I'm not going under. I am going over. Hallelujah. സ്തോത്രം. കോറി ടെൻ ബൂം എന്ന് പറഞ്ഞൊരു ദൈവദാസിയുണ്ട്. ഹല്ലേലൂയ. നെതർലൻഡ്സിൽ ഒത്തിരി യഹൂദന്മാരെ ആ ഹോളോകോസ്റ്റിന്റെ സമയത്ത് she saved lot of people from death, and finally she was arrested. Her sister was arrested. Her father was arrested. അങ്ങനെ concentration ക്യാമ്പിൽ പോയി. Her sister Betsy died in the concentration camp. She, God gave her life. She lived up to, I think, nearly 100 years. Hallelujah. And then she says about this story. She said when she was young, when she was very small, she was afraid to die. കാരണം ഹോളോകോസ്റ്റ് നടക്കുക, എല്ലാവരും lot of people are dying. അവിടെ ഇവിടെ എല്ലാം മരിക്കുക. അപ്പം she went to her father and she said, Daddy, you know what, I am afraid of dying. എനിക്ക് മരിക്കാൻ ഒരു ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുവാനിടയായിരുന്നു. And suddenly her father said, honey, നിനക്ക് ആംസ്റ്റർഡാമിലോട്ട് പോകാനുള്ള ടിക്കറ്റ്, ട്രെയിനിൽ പോകുന്ന ടിക്കറ്റ് ഞാൻ എപ്പോഴാണ് നിനക്ക് തരുന്നത്? അത് ട്രെയിനിൽ കയറുന്നതിന് തൊട്ട് മുമ്പ്. എന്നാൽ മരിക്കാനുള്ളതിന് തൊട്ട് മുമ്പ് നിനക്കുള്ള ധൈര്യവും ദൈവം തരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. She lived up to close to 100 years. ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ യാത്ര ചെയ്ത് യേശുവിനെ ഉയർത്തി. ഹല്ലേലൂയ. അനേക പുസ്തകങ്ങൾ എഴുതി അനേകരെ ധൈര്യപ്പെടുത്തതിന് ശേഷമാണ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയത്. ഹല്ലേലൂയ. God will give us the grace. ഹല്ലേലൂയ. So the key to dying well, നമ്മുടെ മരണം നല്ലതായിരിക്കണമെങ്കിൽ we have to live well. നല്ലതുപോലെ ജീവിച്ചാൽ മാത്രമേ ഈ ലോകത്തിൽ, if we live well, we will be able to die well. So the whole of our life, ഇവിടെ നമ്മൾ ജീവിക്കുന്നതിൻ്റെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മൾ വീട് വെക്കണം, കല്യാണം കഴിക്കണം, കുഞ്ഞുങ്ങൾ വേണം, ജോലി വേണം, അതൊക്കെ ശരിയാണ്. But the ultimate purpose of our life here is so that we can prepare for eternity, that we can prepare for death, to go through that door. നമ്മുടെ ഈ മാംസരക്തങ്ങൾ അവകാശമാക്കുവാൻ കഴിയാത്ത സ്വർഗ്ഗരാജ്യത്തിലോട്ട്, ആ നിത്യഭവനത്തിലോട്ടൊന്ന് കയറുവാൻ ഉള്ള പ്രിപ്പറേഷനായി ഈ കാലയളവ്. അത് നമ്മൾ നല്ലതുപോലെ ഉപയോഗിക്കണം. So heaven is a prepared place for a prepared people. ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടൊരു സ്ഥലമാണ് heaven.
പെട്ടെന്നൊരു ദിവസം ഞാൻ അവിടെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങ് പോകാൻ പറ്റുന്ന സ്ഥലമല്ല. Heaven is a prepared place for a prepared people. I want to speak to young people. I want to speak to all our old ones. Hallelujah. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? Are we prepared? Are we prepared to go to heaven? Have we booked our tickets? ടിക്കറ്റ് തയ്യാറുണ്ടോ കയ്യിൽ? അതോ ഇപ്പോഴും ഉഴപ്പാന്നോ? ഇപ്പോഴും ഇവിടെ കുറച്ചുകൂടെ നേടി ഇവിടെ വേണം അവിടെ വേണം എന്നുള്ള രീതിയിലാണോ ഇരിക്കുന്നത്? കക്ഷത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും വേണം എന്നുള്ള രീതിയിലാണോ പോകുന്നത്? അങ്ങനെ നടക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിലെ സകല നന്മകളും പൗലോസ് പറഞ്ഞ പോലെ കൗണ്ട് ഇറ്റ് ആസ് ഡങ്. ഹല്ലേലൂയ, അത് ചപ്പെന്നും ചവറൊന്നും എണ്ണിയാൽ മാത്രമേ ജീവനെ നിത്യജീവനെ എന്ന് പറഞ്ഞ് ഓടാൻ കഴിയത്തുള്ളൂ. മോശ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തിലെ മിസ്രൈമിലെ നിക്ഷേപങ്ങൾ എന്ത് ചെയ്തു? ഈ ലോകത്തിലെ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ചില തിരഞ്ഞെടുപ്പുകൾ, വി നീഡ് ടു ഹാവ് സം സെലക്ഷൻസ്, സം ഡിസിഷൻസ് ഇൻ ആർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ചില തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളോടുകൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ, ചിലതിനെ കളയേണ്ടതിനെ കളഞ്ഞ്, ചില റിലേഷൻഷിപ്സിനെ കളയേണ്ടത് കളഞ്ഞ്, വേണ്ടാത്തതിനെ കളഞ്ഞ്, അതിനെ ചപ്പെന്നും ചവറെന്നും എണ്ണിയാൽ മാത്രമേ only then you will get this. ഹല്ലേലൂയ, സ്തോത്രം. മണ്ണെ പ്രതി മാണിക്യം കൈവിടരുത്. ഹല്ലേലൂയ, സ്തോത്രം. Don't go after this world. Hallelujah, there is an eternal treasure, eternal inheritance waiting for each and every one of us on the other shore. അതിനെ കളഞ്ഞേച്ച് ഈ ലോകത്തിലെ മണ്ണിന് പുറകെ പോകരുത് ദൈവമക്കളെ. Heaven is a prepared place for a prepared people. Hallelujah. Finally we'll come to the resurrection. Hallelujah, stotram. 1 Corinthians chapter 15 and verses 51 and 52. 1 Corinthians chapter 15 verses 51 and 52. We shall all be changed in a moment, in the twinkling of an eye, at the last trumpet, for the trumpet will sound. Madi. So here it says, behold, I tell you a mystery. ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യില്ല? നിദ്ര കൊള്ളില്ല. നമ്മൾ എല്ലാവരും മരിക്കത്തില്ല. But we shall be changed. നമ്മൾ രൂപാന്തരപ്പെടാൻ പോവുകയാണ്. In a moment, in the twinkling of an eye, കണ്ണിമിക്കുന്ന നേടൽ, ഈ കൈ ഇങ്ങനെ അടിക്കുന്നതിന് മുമ്പ് we will be changed. കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന ആ സമയം, hallelujah, when the trumpet of the Lord shall sound and the time shall be no more, we will be changed in the twinkling of an eye. ഈ മർത്യമായ ശരീരം നമ്മൾ ഉപേക്ഷിക്കും. ഹല്ലേലൂയ, ഈ ദ്രവത്വമുള്ള ശരീരം ഇവിടെ ഉപേക്ഷിക്കും. നമ്മൾ അമർത്യമായ ശരീരം നമ്മൾ വാങ്ങും. തേജസ്സുള്ള ശരീരം നമ്മൾ വാങ്ങും. ഹല്ലേലൂയ, നിത്യ യുഗങ്ങൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനോട് കൂടെ ചേർന്ന് വാഴാൻ പോകുക. ഇതൊരു മർമ്മമാണ്. This is a mystery. Not everyone understands it. Hallelujah. കർത്താവ് നമ്മളോട് പറയാം, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. I will tell you a mystery. Not everyone will die. Hallelujah. But we will all be changed in the twinkling of an eye. At the last trumpet we will be changed in Jesus' name. So, ശലോമോൻ പറഞ്ഞിട്ടുണ്ട്, സന്തോഷഭവനത്തിൽ പോകുന്നതിനേക്കാൾ ദുഃഖഭവനത്തിൽ പോകുന്നത് നല്ലത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഈ അടക്ക ശുശ്രൂഷയിൽ പോകണം. അടക്കത്തിന് പോകുമ്പോൾ തന്നെ പോകരുത്. കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ ഇല്ലെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ തലേദിവസമൊക്കെ നടക്കുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, അതിന് കൊണ്ടുപോകണം. ബിക്കോസ് നമ്മൾ അറിയണം. വി നീഡ് ടു നോ വാട്ട് ഇസ് അവർ ഹോപ്പ്. നമ്മുടെ പ്രത്യാശ എന്താണെന്ന് നമ്മൾ അറിയണം. വാട്ട് ഹാപ്പൻസ് എന്ന് അറിയണം. അടക്ക ശുശ്രൂഷയിൽ നമുക്കറിയാം, when the body is covered and then the pastor says, he puts the a little bit of sand over it, and then he says, then he ends by saying, in the sure and certain hope of the resurrection from the dead through Jesus Christ our Lord. ഈ ശരീരത്തെ എന്ത് ചെയ്യുക? മണ്ണിനേൽപ്പിക്കുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മണ്ണിലേൽപ്പിക്കുന്നത്? എന്തോ പറഞ്ഞോണ്ടാ? We have a hope. We have a sure and certain hope that this body will come back alive. അവസാന കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഇപ്പം ദ്രവിച്ചു പോകുക, പക്ഷേ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. In the sure and certain hope that Jesus Christ will come back, and on the day when he comes back, this body will arise, so we are giving it back to the earth എന്ന് പറയാനിടയായിത്തീരും. So what will happen in resurrection? See, നമുക്ക് ഈ റിസറക്ഷനെ പറ്റി ഇത്രയും ഉള്ള ഹോപ്പ് എന്തുകൊണ്ടാണെന്നറിയാമോ? ഉറപ്പ് എന്താണെന്നറിയാം? ബിക്കോസ് our Lord Jesus Christ rose from the dead. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരാം. നമ്മളൊരു മരിച്ച കർത്താവിനെ അല്ല സേവിക്കുന്നത്.
മരിച്ചടക്കപ്പെട്ട് ദ്രവിച്ചു പോയൊരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്ന. അതിൽ ലോകത്തിൽ ഒരേ ഒരു കല്ല്, there is only one tomb which is still open and is written he is risen, he is not here. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരൊറ്റ കല്ലറയേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാ, കല്ലറയാ. ഹല്ലേലൂയ, സ്തോത്രം. That is the sure message which gives us, hallelujah, one day we will also rise, because if he rose again from the dead and he said എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് he said it, and we believe in his word, and because of his word we will also rise up on that day. I like that verse in Acts chapter 2 and verse 24. He said, it says മരണത്തിന്റെ പാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. It was impossible for death to hold him. Hallelujah, 66 kVയുള്ള ലൈനേക്കടി പിടിച്ച ദ്രവിച്ചു പോകുന്നതുപോലെ, hallelujah, when death kind of took a hold of life, death burned to death. Hallelujah, that was the day when death died, when he tried to get a hold of life himself. ജീവന്റെ ദാതാവിനെ കയറി മരണം പിടിച്ചപ്പോ മരണം മരിച്ചു. ഹല്ലേലൂയ, ജീവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, and that is the hope that we have. നമ്മളും മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ, അപ്പുറത്ത് പോകും, നമ്മളും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. 1 Corinthians 15:52 it says, the trumpet will sound and the dead shall be raised imperishable and we shall be changed. Nammalu maarum. 1 Thessalonians 4:16 and 17. For the Lord himself with a cry of command, hallelujah, with the archangel's call and with the sound of God's trumpet will descend from heaven, and the dead in Christ will rise first. Then we who are alive, who are left, hallelujah, will be caught up in the clouds together with them to meet the Lord in the air, and so we shall be with the Lord forever and ever and ever and ever. Hallelujah, stotram. The only difference between us, nam marichavarum nammalum thammil alliyo aagapade 6 adiyude vyathyasame ullu. Avaru pongi 6 adiyil ettumbo we will also be changed. Nammal orumichu ചേർന്ന് മേഘാരൂഢനായ കർത്താവിനെ, hallelujah, കർത്താവിനെ നമ്മൾ കാണും. We will see him. Hallelujah. When the trumpet of the Lord shall sound, hallelujah, we will see him. And 1 Thessalonians 4:14, it says, for since we believe that Jesus died and was raised to life again, we also believe that when Jesus returns, God will bring back with him the believers who have died. നമുക്ക് മുൻപായി മരിച്ച അനേക വിശുദ്ധന്മാരുണ്ട്. എൻ്റെ അപ്പച്ചനെ ഞാൻ അവിടെ കാണും, എൻ്റെ പിതാവിനെ അവിടെ കാണും, ജെസിയുടെ പിതാവിനെ ഞങ്ങൾ കാണും. ഹല്ലേലൂയ. സോ നമുക്ക് മുൻപായി മരിച്ച അശ്വിനെ നമ്മൾ കാണും. ഹല്ലേലൂയ. നമുക്ക് മുൻപായി പോയ ഒത്തിരി വിശുദ്ധന്മാരുണ്ട്, ഹല്ലേലൂയ, രക്തസാക്ഷികളുണ്ട്. അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. അവരോടൊപ്പം നമ്മളും പാടും. കുഞ്ഞാടേ, നീ ഇറക്കപ്പെട്ടവൻ രാജ്യങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും. Lord, you have redeemed us by your precious blood and we worship you എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വലിയൊരു ഘോഷം സ്വർഗ്ഗത്തിൽ മുഴങ്ങും. ഹല്ലേലൂയ. So just as Jesus himself ascended into heaven, those who are united with him by faith in his death and resurrection will also when he comes. നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനോടുകൂടെ വിശുദ്ധിയോടെ ഈ ലോകത്തിൽ ജീവിച്ചാൽ, when the trumpet will sound, നമ്മളും അവനോടുകൂടെ പോകും. We will also go. So what has God told us about the resurrection body? മഹത്വ പ്രത്യക്ഷതയിലുള്ള നമ്മുടെ മഹത്വ ശരീരത്തെ പറ്റി കർത്താവിൻ്റെ വചനം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് നോക്കാം. 1 Corinthians chapter 15 and 51. It says, behold, I will tell you a mystery. ഈ ഉയർത്തെഴുന്നേൽപ്പിനെ, ഈ റിസറക്ഷനെ പറ്റി ഇറ്റ്സ് എ മിസ്റ്ററി എന്ന് പറഞ്ഞ ആ ഒരു സ്ലൈഡ്. Behold, I'll tell you, അതിനുശേഷമാണ്. So, behold, I'll tell you a mystery. അപ്പം ഈ റിസറക്ഷനെ പറ്റി നമുക്കറിയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. There's so many things which are not yet revealed to us. It's a mystery. അത് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവവചനത്തിന് തന്നത് we should know. Number 1, in 1 Corinthians chapter 15 and verse 42. 1 Corinthians chapter 15 and verse 42. So also is the resurrection of the dead. The body is sown in corruption. It is raised in incorruption. Nadi. So this body which is sown or which is buried is perishable. അടുത്ത സ്ലൈഡ്. The resurrection body will be imperishable എന്ന് പറഞ്ഞ ടൈറ്റിലുണ്ട്. So, okay.
സോ വാട്ട് ഇസ് സോൺ, നമ്മൾ അടക്കുന്ന ശരീരം ഇസ് പെരിഷബിൾ, പെരിഷ് ചെയ്ത് പോകുന്നത് നമുക്കറിയാം അല്ലേ. അടക്കി കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴത്തേന് പിന്നെ ബാക്കിയൊന്നും കാണത്തില്ല, എല്ല് മാത്രമേ കാണത്തുള്ളൂ. എല്ലാം ദ്രവിച്ചു പോകും, എല്ലാം ഒന്നും ബാക്കി കാണത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു ഈ ഉയർപ്പിൻ്റെ ശരീരം ഇംപെരിഷബിളാണ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം എന്താ? ഇംപെരിഷബിളാണ്, നശിച്ചു പോകാത്ത, ദ്രവിച്ചു പോകാത്തൊരു ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ശരീരത്തിൽ എന്തുണ്ട്? ഇപ്പം എനിക്കാണെങ്കിൽ ഡയബറ്റീസ് ഉണ്ട്, ഇവിടെ പലർക്കും മറ്റ് പല തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുള്ളവർ കാണും. അല്ലെങ്കിൽ മറ്റ് നമ്മുടെ എത്രയോ സഹോദരങ്ങൾ ക്യാൻസറാൽ ഭാരപ്പെടുന്നുണ്ട്. മെനി ഓഫ് നമുക്ക് കണ്ണിന് പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലെങ്കിൽ എന്തെല്ലാം രോഗങ്ങൾ അല്ലെങ്കിൽ ഭാരപ്പെടുന്ന ഒരു ശരീരമാണ് നമ്മുടെ ശരീരം അല്ലേ. കഴിയും തോറും ഓരോ ദിവസം പ്രായം കൂടുന്തോറും നടക്കാനൊക്കെ സ്പീഡ്, പണ്ടത്തെ പോലെ സ്പീഡ് ഇപ്പോൾ ഇല്ല. പണ്ടത്തെ പോലെ സ്റ്റെപ്പ് കയറുമ്പോൾ കിതയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ ശരീരത്തിന്, ബിക്കോസ് ഇറ്റ്സ് പെരിഷബിൾ. അതിൻ്റെ ഏജ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇങ്ങനെ അടുത്തടുത്ത് വരുംതോറും അതിൻ്റെ ക്ഷീണം കൂടി വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന ശരീരം ഹല്ലേലൂയ ക്ഷീണമേൽക്കാത്ത ശരീരമാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കണ്ണിന് കാഴ്ചയില്ലാത്തവർ കാണത്തില്ല. They will see in Jesus name. ഇവിടെ കണ്ണിന് പ്രയാസമുള്ള അവിടെ ചെന്ന് കഴിഞ്ഞ് കണ്ണാടി ആവശ്യം വരത്തില്ല. ഹല്ലേലൂയ. They will see in Jesus name. മുടന്തുള്ളവർ they will leap and jump in the name of Jesus. ക്യാൻസർ അവിടെ കാണത്തില്ല. There will be no more leukemia. There will be no more problems in the body. ഹല്ലേലൂയ. ശരീരം പെരിഷ് ചെയ്യാൻ പറ്റുന്ന ശരീരമല്ല. It's a resurrected body. ആ ശരീരം പ്രാപിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. Don't we need that? അതോ ഈ ശരീരത്തിന് എങ്ങനെയെങ്കിലും ഉടുപ്പിച്ച് ഒരുക്കി ഹല്ലേലൂയ സ്തോത്രം അതിനെങ്ങനെയും പോഷിപ്പിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടത്താൻ മാത്രമാണോ ഹല്ലേലൂയ നമ്മൾ ജീവിക്കുന്നത്? ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, ഇഫ് ഇൻ ദിസ് വേൾഡ് ഓൺലി ഹല്ലേലൂയ വി ഹാവ് ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ എല്ലാവരെക്കാൾ അരിഷ്ടര ഈ ലോകത്തിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയെങ്കിൽ, യേശുവിനെ കുറിച്ച് നമ്മുടെ പ്രത്യാശയെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കർത്താവിനെ കൊണ്ട് നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എല്ലാവരെക്കാട്ടിലും അരിഷ്ടരാന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. Hallelujah. When we start to meditate on this, our resurrection body will never wear out. Hallelujah. ഒരിക്കലും രോഗം വരാത്ത, ഒരിക്കലും ക്ഷീണം വരാത്ത ഹല്ലേലൂയ ശരീരം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അവിടെ തരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ന്യൂറോളജിക്കൽ പ്രോബ്ലം അവിടെ ഉണ്ടാകത്തില്ല, സ്ട്രോക്കുകളില്ല, ഹാർട്ട് അറ്റാക്ക് ഇല്ല, ഡയബറ്റീസ് ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു രോഗങ്ങൾ, നമ്മൾ ഈ ലോകത്തിൽ പറയുന്ന കോവിഡോ മറ്റ് യാതൊരു പകർച്ചവ്യാധികളില്ലാത്ത ഒരു രോഗത്തിന് നമ്മളെ അടക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ ഒരു ഇംപെരിഷബിൾ ബോഡിയാണ് ദൈവം നമുക്ക് തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കൈകളില്ലാത്തവർ, ഞാൻ നിക് വിജുവിക്കൊക്കെ കൈയും കാലും ഇല്ല. But I believe when he reaches heaven, കർത്താവ് അവന് കൈകളും കാലുകളും കൊടുക്കും. ഹല്ലേലൂയ. കാലുകൾ കൊണ്ട് തുള്ളിച്ചാടി 2 കൈകളും സ്വർഗത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം സ്തുതിക്കുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. There is a time when we are going to see lame walk. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവർ ഉയർത്തെഴുന്നേറ്റ് നടക്കും. ഹല്ലേലൂയ. We are going to get an imperishable body. Hallelujah on that day. Hallelujah. രണ്ടാമത്തെ കാര്യം, our body will be glorious. In 1 Corinthians chapter 15 and verse 43, 15 അധ്യായം 43 വാക്യം. It is sown in dishonor. It is raised in glory. Hallelujah. നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരമുണ്ടല്ലോ, it will be glorious. Hallelujah. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഹല്ലേലൂയ ഒത്തിരി ക്യൂടെക്സ് ഒക്കെ ഇട്ട് ഹല്ലേലൂയ മറ്റേ പെയിന്റ് ഒക്കെ ഇട്ട് നമ്മൾ ഗ്ലോറിയസ് ആക്കാൻ പോകുന്നുണ്ട്. ഇച്ചിരി വെള്ളം വീണാൽ ആ ഗ്ലോറി ഒക്കെ അങ്ങ് പോകും. പക്ഷേ ഗ്ലോറി തേജസ് വാരി വഹിക്കുന്ന, വാരി പുതച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശരീരം ഹല്ലേലൂയ ദൈവം നമുക്ക് തരാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. Our body will be glorious. ഹല്ലേലൂയ. തേജസ് വാരി പുതച്ച് നടക്കുന്ന യേശു ക്രിസ്തു ഹല്ലേലൂയ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ ശരീരമല്ല. ഹല്ലേലൂയ. പിന്നെയോ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്ക് കരേറിപ്പോയ ആ റിസറക്റ്റഡ് ബോഡി, ആ അസെൻഷൻ ബോഡി, അതേ ശരീരം നമ്മൾ പ്രാപിക്കും. താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് ചേർത്ത് രൂപാന്തരപ്പെടുത്തുന്ന സമയമുണ്ട്. ഹല്ലേലൂയ. Hallelujah, hallelujah. Philippians chapter 3 and verse 21. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം അതിന്റെ 21 വാക്യം. ഹല്ലേലൂയ. ഇംഗ്ലീഷിലും മലയാളത്തിലും വായിച്ചോ. Who will transform our lowly body that it may be conformed to his glorious body. Yes, hallelujah. He will transform our lowly bodies. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? മഹത്വമുള്ള ശരീരത്തോട്, മഹത്വമുള്ള തേജസ്സുള്ള ശരീരത്തോട് നമ്മളെ അതിൻ്റെ ഒരു മലയാളം കൂടെ വായിച്ചോ. തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും, അനുരൂപമാക്കും. ഹല്ലേലൂയ. ആ
ആ തേജസ്സുള്ള കർത്താവിനെയാണ്. That's what Paul saw on the way to Damascus. That's what John saw on the Isle of Patmos. Hallelujah. നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കർത്താവിനെ അങ്ങനെ ആ ശരീരം, അതേ തേജസ്സുള്ള ശരീരം നമുക്ക് കർത്താവ് തരും. So our body will be glorious, our body will be imperishable. മൂന്നാമത്, the first again same verse 43. It is sown in weakness. It is raised in power. It is raised in power. Hallelujah. ഇപ്പം നമുക്ക് ഒത്തിരി ക്ഷീണമാണ്. Hallelujah. ഒത്തിരി ക്ഷീണങ്ങളാണ്, പ്രയാസം. കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോൾ പ്രസംഗമൊക്കെ കേട്ടാലും ഉറക്കമൊക്കെ വരും, ഇത്രയും ശബ്ദമൊക്കെ വെച്ചാലും എന്ത് ചെയ്യും, ഇടയ്ക്ക് കണ്ണൊക്കെ അടഞ്ഞു വരും. Hallelujah. സ്തോത്രം. We are sown in weakness, but we will be raised in power. Hallelujah. സ്തോത്രം. നമ്മൾ എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും ജോലിയൊക്കെ ചെയ്ത് വൈകിട്ട് വരുമ്പോൾ we will be weak. Hallelujah. കർത്താവ് പറയുക, this body will be sown in weakness, but it will be raised in power. നാലാമത്തേത് in verse 44, 15 and verse 44. It is sown a natural body. It is raised a spiritual body. Hallelujah. നമ്മുടെ ഇത് നാച്ചുറൽ ബോഡിയാ, പ്രാകൃത മനുഷ്യനെ അടക്കും. മലയാളം ഒന്ന് വായിക്കാമോ? 15:44. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, പ്രാകൃത ശരീരത്തെ അടക്കും, ഉയർത്തെഴുന്നേൽക്കുന്ന എന്തോ ശരീരമാണ്? ആത്മീയ ശരീരം ആത്മീയ ഉയർത്തുന്നു. ശരീരം. Hallelujah. We will have a spiritual body. Hallelujah. Imperishable, powerful, glorious and a spiritual body. നമുക്ക് ലഭിക്കാൻ പോകുന്ന പുതിയ ശരീരത്തിന് 4 ക്വാളിറ്റീസ് നമ്മൾ വായിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എന്താ ഈ സ്പിരിച്വൽ ബോഡി? നമുക്കിപ്പോൾ ഉള്ളത് സ്പിരിച്വൽ ബോഡി അല്ലേ? അല്ല. Hallelujah. നമുക്കറിയാം, Hallelujah, we still live in a sinful body. നമ്മൾ വിചാരിക്കും നാളെ തൊട്ട് ഒരു 3 ദിവസം ഉപവസിക്കുക. അപ്പോൾ നമ്മുടെ ശരീരം എന്താ പറയും, ഓ നിനക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടല്ലേ, ചിലപ്പോൾ അതൊക്കെ ദൈവത്തിന് മനസ്സിലാവുന്നത് ഇപ്പം ഉപവസിക്കണം, നാളെ അടുത്ത ആഴ്ച നമുക്ക് ഇച്ചിരി ബലമൊക്കെ ആയിട്ട് ഇച്ചിരി കോംപ്ലാൻ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഉപവസിക്കാം. എന്ത് ചെയ്താൽ നമുക്ക് അവിടെ പോയി നമ്മുടെ ബ്രദറിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാലോ, ഓ ഇന്ന് മഴയൊക്കെ അല്ലേ, ഇന്ന് വേണ്ട. സോ ആ ബോഡി വിൽ ഓൾവേസ് ബി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ആ സ്പിരിച്വൽ മാൻ. നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസിനെ അതുപോലെ അനുസരിക്കാൻ പലപ്പോഴും നമ്മുടെ ഈ നാച്ചുറൽ ബോഡിക്ക് പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നാച്ചുറൽ. പക്ഷേ കർത്താവ് തരാൻ പോകുന്ന സ്പിരിച്വൽ ബോഡി ഉണ്ടല്ലോ, എവറി ഇൻസ്റ്റിങ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു തോട്ട് വന്നാൽ മതി, Hallelujah. അതിനൊരു സ്ട്രഗിൾ പിന്നില്ല. Hallelujah. ഞാൻ പോണോ, ഞാൻ ഇന്നടത്തൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാലോ, ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനൊന്നും ആവശ്യമില്ല. The body will respond. Hallelujah. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഓരോ ഇൻസ്റ്റിങ്ക്റ്റും, Hallelujah, the body will respond to it immediately. Hallelujah. So what will resurrection mean to us? ഈ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കെന്താ, what does it mean to us? We're going to come to the crux of the message today. എല്ലാം ശരിയാ, നമ്മുടെ ശരീരമൊക്കെ രൂപാന്തരപ്പെടും, തേജസ്സേറിയതും മഹത്വമേറിയതും ശക്തിയേറിയതും ആത്മീയമായ ശരീരമൊക്കെ കിട്ടും. അവിടെ പോകുമ്പോൾ കിരീടങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കും. പക്ഷേ ഈ ഉയർത്തെഴുന്നേൽപ്പൊക്കെ നമുക്കുണ്ടാകാൻ പോകുന്ന what will that resurrection mean to us? രസം എന്താണെന്നറിയാമോ? The resurrection will mean different things to different people. That's what the Bible says. But John chapter 5 and verse 28 to 29 says, do not be astonished at this, for the hour is coming when all who are in their graves will hear his voice and will come out. അപ്പോൾ കർത്താവിൻ്റെ ട്രംപറ്റ് ബ്ലോ ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവരെല്ലാവരും എന്ത് ചെയ്യും? അത് PMGയിലുള്ളാന്നേരം കൊള്ളാം, ഏജിലുള്ളവരാന്നേലും കൊള്ളാം, ഇല്ല അപ്പുറത്തെ ആ ഇവരെല്ലാവരും കർത്താവിൻ്റെ ശബ്ദം കേൾക്കും. കേട്ടിട്ട് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. For all, എല്ലാവരും ഉയർക്കും. So this resurrection will mean different things for different people. 2 വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29. John chapter 5 and verse ഒരു ഇതുണ്ടല്ലോ, take one more. എല്ലാവരും കർത്താവിൻ്റെ ശബ്ദം കേൾക്കും. എന്നിട്ട് then what happens? And they will come out. ഈ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് പറ്റും? They will come out. ഗ്രേവ്സിൽ നിന്ന്, അടക്കപ്പെട്ട ഏത് ശരീരത്തിൽ നിന്നാണെങ്കിലും അവർ പുറത്തു വരും. Those who have done good to the resurrection of life. അപ്പം നന്മ ചെയ്തവർ, if they have done good things in this life, they will come out for the resurrection of life. Resurrection of life. ജീവന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കാൻ അവർ പുറത്തു വരും. അപ്പം കണ്ടോ, കർത്താവ് is making that distinction very clear. He says, if you have lived good lives here, എന്ന് പറഞ്ഞാൽ ഈ പാപ്പടർക്ക് കൊടുത്ത് അതിനെ മാത്രം അത് ചെയ്യണം, അതിനെപ്പറ്റി അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജീവിക്കുന്ന ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നവർ എന്ത് ചെയ്യും? They will rise up for the resurrection of life. മറ്റവരോ? And
and those who have done evil to the resurrection of അപ്പൊ condemnation. ഈ ലോകത്തിൽ ജീവിക്കുന്ന those who have done evil, those who have rejected Jesus, യേശുവിനെ റിജക്റ്റ് ചെയ്ത് ജീവിച്ചവർ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ, യേശു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കാതെ അങ്ങനെ ജീവിക്കുന്നവർ എന്തിനു വേണ്ടിയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? രണ്ടുപേരും ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. രണ്ട് കല്ലറകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇമാജിൻ ചെയ്യുക. ഇമാജിൻ two tombs side by side. One, he is he was living according to the word. He was obeyed the word, obeyed the Lord in waters of baptism. വിശുദ്ധിയോടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ജീവന് വേണ്ടിയാണ്. മറ്റേ ആള്, he had all the opportunities in his life. He heard the gospel several times, but he was not ready, or he was not ready to accept Jesus as his Lord. He wanted Jesus as his friend, but not as his Lord. Evil ചെയ്ത് നടന്ന മനുഷ്യൻ, ആ ആൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്തിനു വേണ്ടിയാ? To the resurrection of For the condemnation. resurrection of the ന്യായവിധിക്ക് വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകലർക്കും കൽപ്പിച്ചിട്ടുണ്ട്. And that will not be funny, I tell you. നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും, ഐഡിയലായിട്ട് പറഞ്ഞ ഓരോ വാക്കും, നമ്മുടെ ഓരോ തോട്ടും, ഓരോ പ്രവൃത്തിയും, ഓരോ കൊടുക്ക വാങ്ങലുകളും God will judge. നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേക്കും, എല്ലാവരും കല്ലറകളിൽ നിന്ന് പുറത്തു വരും. പക്ഷേ കർത്താവിനെ അനുസരിച്ച് ജീവിച്ചവർ നന്മയ്ക്കായി ജീവനായി ഉയർത്തെഴുന്നേക്കും, മറ്റവർ ന്യായവിധിക്കായിട്ട് ഉയർത്തെഴുന്നേക്കും. ഇനി Daniel chapter 12 and verse 2. Daniel chapter 12 and verse 2. അപ്പൊ എല്ലാവരും എഴുന്നേൽക്കും. അപ്പൊ ചിലര് എന്തിനാ എഴുന്നേൽക്കുന്നേ? ടു എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവന് വേണ്ടി അവർ എഴുന്നേറ്റ് വരും. മറ്റുള്ളവരോ? ഓ യെസ്, മറ്റുള്ളവർ ചിലർ എഴുന്നേൽക്കുന്നത് നിത്യ ലജ്ജയ്ക്കായിട്ട്. സം ടു ഷെയിം ആൻഡ് എവർലാസ്റ്റിംഗ് കണ്ടംപ്റ്റ്. ഇറ്റ്സ് നോട്ട് ഫോർ എ ഡേ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരു ഗെറ്റ് ഔട്ട് അടച്ച് പുറത്ത് നിന്ന് അന്നത്തെ ഒരു ദിവസത്തെ പ്രശ്നമുള്ളൂ. നാളെ ആകുമ്പോൾ അങ്ങ് തിരിച്ചു കയറാം. അല്ലെ, അസംബ്ലിയിൽ നിന്ന് മാറ്റി നിർത്തി അന്നത്തെ ഒരു, അല്ലെ ആ ഒരാഴ്ച പിള്ളേരൊക്കെ കേടാ എന്നാലും നിന്നെ നിർത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കി തിരിക്കാം. പക്ഷേ ദിസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദിസ് വി വിൽ റൈസ് അപ്പ് ഫോർ എവർലാസ്റ്റിംഗ് കണ്ടംപ്റ്റ്. എന്നും 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 വി വിൽ ബി ഔട്ട്സൈഡ്. സോ വാട്ട് വിൽ ബി ഈ വിക്കഡായിട്ടുള്ള, കർത്താവിനെ അറിയാതെ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള they will be, ആ വാക്യം ഒന്ന് വായിക്കാമോ? Luke chapter 13 and 28. അപ്പോൾ ചിലർ നിത്യ ലജ്ജയ്ക്കും വേണ്ടി എഴുന്നേൽക്കും. അവർ അനുഭവിക്കാൻ പോകുന്നത് എന്താ? ലൂക്കിന്റെ സുവിശേഷം 13:28. They will be weeping and gnash. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. വിക്കനായിട്ടുള്ള ഒരാള് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ this is what is going to happen. Weeping and gnashing of teeth. ഇവിടെ വെച്ച് അവസരം ലഭിച്ചിട്ട്, ഇവിടെ വെച്ച് രക്ഷിക്കപ്പെടാൻ അവസരം ലഭിച്ചിട്ട്, ഇവിടെ വെച്ച് സ്നാനപ്പെടാൻ അവസരം ലഭിച്ചിട്ട് അതിനെല്ലാം മറന്നു കളഞ്ഞിട്ട് കർത്താവിൻ്റെ വരവിങ്ങനെ സമയത്ത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ some will rise up to eternal damnation, eternal contempt. പല്ലുകടിയും കരച്ചിലും എന്നേക്കുമായി ആ അവകാശം പ്രാപിച്ചുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. എന്നേക്കും. It's not for a day. So I want to tell you, whatever is on your mind today, nothing can be more important than this. Maybe you are worried about some projects, some money coming in, some debts, some health issues, some studies, opportunities and all that. But I want to tell you, more than that, അതിനെല്ലാത്തിലും important is our eternity. നിത്യതയിൽ where will we spend? Where will we spend our eternity? നിത്യത നമ്മളിവിടെ ചെലവഴിക്കും. ലൈഫ് ഇസ് ഷോർട്ട്. ലൈഫ് വളരെ ചെറുതാണ്. ഇത്രയേ ഉള്ളൂ. 1 സെന്റിമീറ്റർ കൂട്ടിക്കോ, ഒരു ചാണ് നീളം അല്ലേ? 4 വിരൽ നീളം, അങ്ങനല്ലേ ബൈബിളിനകത്ത്? 4 വിരൽ നീളം. ഇറ്റേണിറ്റി എണ്ണാൻ പറ്റാത്ത നീളമാണ്. Where will we invest? Think about the future of your soul and for your body at the resurrection. Some people, I've seen a lot of young people not choosing to follow Christ. അവർക്ക് യേശുവിനെ വേണ്ട. യേശുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, അത് പ്രായമുള്ളവർക്ക്, നിങ്ങളെപ്പോലെ 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ കൊള്ളാവുന്ന. ഞങ്ങൾക്ക് we need to enjoy a lot in our lives. But മക്കളെ ഞാൻ പറയാം, we don't know when the Lord is going to come back.
നമ്മളെന്നാ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്? കഴിഞ്ഞ ദിവസം ഒരാൾ 28 വയസ്സ് ട്രെയിനിൽ നിന്ന് വീണ് കുമ്മനാട് ഹെബ്രോൺ ചർച്ചിൽ 28 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വി ഡോണ്ട് നോ. നമ്മൾ ആരും സൂപ്പർ ഹ്യൂമൻസ് അല്ല, നമുക്കൊന്നും ഗ്യാരണ്ടി ഇല്ല. യേശുവിനെ തള്ളി പറയരുത്. ഡോണ്ട് റിജക്ട് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് മൈ മെസ്സേജ് ടു യു ടുഡേ. Think about where you're heading. Stop and think what you're doing. I want to tell you, if Christ is outside of your life today, you will be outside of Christ in eternity. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറത്താണ് യേശു നിൽക്കുന്നതെങ്കിൽ ആ നിത്യതയിൽ യേശുവിൻ്റെ പുറത്തായിരിക്കും നമ്മൾ. Are you in Christ? Are we in Christ today? നമ്മൾ യേശുവിലാണോ ഇന്ന് ജീവിക്കുന്നത്? യേശുവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? അല്ലെങ്കിൽ കം ബാക്ക് ടു ജീസസ്. ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത, ഇസ് ദർ എനിവൺ ഹു ഹാസ് നോട്ട് ഗിവൺ യുവർ ലൈഫ് ടോട്ടലി ടു ദ ലോർഡ് in surrender? Lord, Jesus, I want you to be my Lord. I want you to be my Lord. I want to obey you alone, oh God. എന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം തീരുമാനിക്കും? If Jesus is outside of your life today, you will be outside of Christ in eternity, and that's not a small time. 2 Corinthians chapter 13 and 5 says, examine yourselves. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. Examine your life. Are you living in Christ? Stop turning away. Stop running. Come in faith and repentance to God. Confess your sins and look to Christ to save you. Look to Jesus. യേശുവിലേക്ക് നോക്കുക. Submit your life and body and soul to Christ as your master and Lord today. Whatever you have done, come to him. You might be saying, oh, God will not forgive me. I've done the worst of the sins. മക്കളെ, നിങ്ങൾ ആരും ഹല്ലേലൂയ. ശൗൽ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, I am the chief of the sinners. ഞാൻ പാപികൾ പ്രധാനിയാണ്. എത്ര പേരെ കൊന്നു പിടിച്ചൊരു വ്യക്തിയാണെന്നറിയാമോ ശൗല്? നമ്മളാരും ഇവിടെ ഇരിക്കുന്നവരാരും കൊന്നേച്ചല്ലല്ലോ ഇവിടെ വന്നേക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃയാകാൻ എൻ്റെ പാപം എന്നോട് ക്ഷമിച്ചാൽ. If God forgave Paul, God will forgive us also. ഹല്ലേലൂയ. പൗലോസിനെ ഹല്ലേലൂയ ക്രൂരമായി അനേകം പേരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച പൗലോസിനോട് ദൈവം ക്ഷമിച്ചെങ്കിൽ നമ്മളോട് ദൈവം ക്ഷമിക്കും. ഹല്ലേലൂയ. None of us are outside of the reach of the mercy of God. കർത്താവിൻ്റെ കരുണയുടെ അപ്പുറത്ത് നമ്മൾ ആരും പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം I want you to surrender your lives, examine your lives. Hallelujah. You know, my greatest concern is for those who hear the gospel regularly. എല്ലാ സൺഡേ സ്കൂളിലും യൂത്ത് ക്യാമ്പിലും ചർച്ചിലും ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഈ സുവിശേഷം കേട്ട് അല്ലെങ്കിൽ പലപ്പോഴും റിജക്റ്റ് ചെയ്ത് മനസ്സ് തഴമ്പിച്ചവരെ പറ്റിയാണ് എനിക്ക് കൺസേൺ ഉള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അവർ ഹൃദയം കഠിനപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം can the worship team come forward? Hallelujah. ഇന്ന് പകൽക്കാലം God is giving us one more chance. Hallelujah. ഒരു ചാൻസ് കൂടെ ദൈവം നമുക്ക് തരിക to surrender our lives before the Lord. Hallelujah. തേജസ്സുള്ള ശരീരം അപ്പുറത്തുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വീക്ക് അല്ലാത്ത, ഹല്ലേലൂയ, പവർഫുൾ ആയിട്ടുള്ള, ഗ്ലോറിയസ് ആയിട്ടുള്ള, ഇംപെരിഷബിൾ ആയിട്ടുള്ള ശരീരം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അങ്ങേക്കരയിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. മണ്ണെ പ്രതി മാണിക്യം കൈവിടരുത്. ഹല്ലേലൂയ. Don't throw away the eternal treasures for the fleeting pleasures of this world. അല്പനാളത്തെ ഒരു സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചില സന്തോഷത്തിന് വേണ്ടി, ചില ചാറ്റിങ്ങിന് വേണ്ടി നിത്യത നമ്മൾ കളഞ്ഞു കുളിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. Shall we all stand before the Lord? നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണല്ലോ, when the trumpet of the Lord shall sound and time shall be no more, and the morning breaks eternal, bright and fair. Hallelujah. When the roll is called up yonder, I'll be there. ഹല്ലേലൂയ. ആ പേര് വിളിക്കുന്ന നാളിൽ ഞാൻ അവിടെ കാണും. ഇന്ന് ആരെങ്കിലും ആ ഉറപ്പില്ലെങ്കിൽ, ആ സ്തോത്രം, മരണം സുനിശ്ചിതമാണ്. അത് യാതൊരു മാറ്റമില്ല. കർത്താവിൻ്റെ വരവോ അല്ലെങ്കിൽ നമ്മുടെ മരണമോ സുനിശ്ചിതമായ കാര്യമാണ്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മളെല്ലാവരും മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വരാം. പക്ഷേ ആർ വി റെഡി? ഹല്ലേലൂയ. നമ്മൾ തയ്യാറാണോ? If Jesus is outside of our life today, then we will be outside of Christ for eternity. ഇന്ന് നമ്മളെ തന്നെ സമർപ്പിച്ച് പാടുമ്പോൾ I want some people to make some strong decisions with the Lord. കർത്താവിനോട് ചേർന്ന് ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ I'm challenging you today morning. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മാത്രം. When the trumpet of the Lord shall sound, time shall be no more, and the morning breaks eternal, bright and fair. When the saved on earth shall gather over on the other shore, and the roll is called up yonder, I'll be there. Once again, with the roll. When the trumpet of the Lord
Lord shall sound and time shall be no more. And the morning breaks eternal, bright and fair. Hallelujah. When the saints on earth shall gather over on the other shore, and the road is called up yonder, I'll be there. When the road is called up yonder, 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 I'll be there. കർത്തൃകാലം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശം പേർ വിളിക്കും നേരം കാണുമെൻ പേരു പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരു നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരു വിശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭകാരിപ്പാനുയർത്തുതാ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കുടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരു പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരു പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരു കർത്തൻ പകലധ്വാനം ഞാൻ ചെയ്തെങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തെ പാതലത്തിൽ എന്ത് വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും